ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ. ഇന്നത്തെ വീഡിയോയിൽ YT സ്റ്റുഡിയോ ആപ്പ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ചാനൽ ഗ്രോത്ത് വർദ്ധിപ്പിക്കുക എന്ന് നോക്കാം. ഒരുപാട് പേർ അവർ വീഡിയോ അപ്ലോഡ് ചെയ്ത് അവരുടെ സബ്സ്ക്രൈബർ കൗണ്ട് അതുപോലെ വ്യൂസ് എല്ലാം കാണുന്നതിന് മാത്രമാണ് YT സ്റ്റുഡിയോ ആപ്പ് യൂസ് ചെയ്യുന്നത്. എന്നാൽ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഇത് ഏതൊരു ചാനലിൻ്റെയും ഗ്രോത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആപ്ലിക്കേഷനാണ്. ഇന്ന് നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനായി നമുക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ പോകേണ്ടത് അനലറ്റിക്സ് എന്നതിലാണ്. ഇങ്ങനെ അനലറ്റിക്സ് എന്നതിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഓഡിയൻസ് എന്നൊരു ടാബ് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാമാണ് നമുക്ക് ഈ ടാബിൽ ലഭിക്കുക. ഇനി ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും. അതായത് നമ്മുടെ ചാനലിലെ ഓഡിയൻസ് അവർ കാണുന്ന മറ്റു ചാനലുകൾ ഏതെല്ലാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഓഡിയൻസ് കാണുന്ന മറ്റു ചാനലുകളുടെ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുമ്പോൾ അവർ അപ്ലോഡ് ചെയ്യുന്ന ട്രെൻഡിങ് വീഡിയോസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ചാനലിൽ വേണ്ട മാറ്റമെല്ലാം വരുത്തി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. പുതിയതായി ചാനൽ തുടങ്ങിയ പലർക്കും അവരുടെ ഓഡിയൻസ് ടാബിൽ ഇതുപോലെ അവരുടെ വ്യൂവേഴ്സ് കാണുന്ന മറ്റു ചാനലിന്റെ ഇൻഫർമേഷൻ ലഭിക്കണമെന്നില്ല. ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സിന് അവർ ചെയ്യുന്ന ടൈപ്പിലുള്ള കാറ്റഗറിയിലുള്ള വലിയ ചാനലെല്ലാം ഫോളോ ചെയ്ത് അവരിൽ നിന്നും പല കാര്യങ്ങളെല്ലാം പഠിക്കാൻ സാധിക്കും. YT സ്റ്റുഡിയോ ആപ്പിൽ ഈ ഫീച്ചർ ഒന്നും ഇതുവരെ യൂസ് ചെയ്യാത്തവർ തീർച്ചയായും ഈ ഫീച്ചർ എല്ലാം യൂസ് ചെയ്ത് നോക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് വർദ്ധിക്കാൻ ഈ ഫീച്ചർ സഹായിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പുതിയതായി ചാനൽ തുടങ്ങിയ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്